അച്ഛൻ എന്ന് പറയുന്നത് വെറുതെ ഒരു വാക്കല്ലല്ലോ മാഡം, അതൊരു വികാരമല്ലേ? അച്ഛൻ എന്ന് കേൾക്കുമ്പോ മാഡത്തിന് എന്താണ് ഓർമ്മ വരുന്നത് അതങ്ങ് ധൈര്യമായിട്ട് പറഞ്ഞാൽ മതി. ചുറ്റിന് ആരുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ എന്നങ്ങ് സങ്കല്പിക്കണം. വാക്കുകളാൽ വർണ്ണിച്ച് തീരാനാവാത്ത അണയാത്ത ഒരു തിരിനാളം പോലെ ഇന്നും എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്ന, ഞാൻ എന്നും ഉരുവിടുന്ന പവിത്രമായ വാക്ക് അച്ഛൻ. കുഞ്ഞിക്കാലുകൾ കൊണ്ട് ഞാൻ പിച്ച വെച്ച് നടക്കുമ്പോ കാലിടറി ഞാൻ വീഴാതെ കൈത്താങ്ങായി എന്നെ ആദ്യ അക്ഷരം കുറിപ്പിച്ചു. അവസാന ശ്വാസം വരെ എന്റെ കുഞ്ഞിളം കൈ ചേർത്ത് പിടിച്ച ആ കൈകൾ എന്റെ കൂടെ ഉണ്ടാവണം. അതായിരിക്കും ജീവിതത്തിൽ എന്നെ മുന്നിലേക്ക് നയിക്കുന്ന ദീപം. അച്ഛന്റെ നെഞ്ചിലെ ഇളം ചൂടേറ്റ് ഞാൻ വർണ്ണ ചിത്രശലഭങ്ങളെ സ്വപ്നം കണ്ട് മയങ്ങിയിരുന്നു. സ്നേഹമാവുന്ന പവിഴങ്ങളും രത്നങ്ങളും താരാട്ടായി തലോടിയിരുന്നു. അച്ഛൻ അകലെയാണെങ്കിൽ കാണാൻ കൊതിക്കുമ്പോ നല്ല കേട്ടുപരിച്ചുള്ള ശബ്ദം. ആരാണ് ആ കുട്ടി? എത്ര മനോഹരമായിട്ടാ ആ കുട്ടി അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് അല്ലേ സർ? എല്ലാവരുടെയും കഴിവുകൾ ഞങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഗുഡ്. എന്റെ അച്ഛൻ ശാസനകളുമായി എന്റെ പിന്നിലുണ്ട്, ധൈര്യമായി എന്നും എപ്പോഴും എന്റെ ഒപ്പുണ്ട്. ജീവിതവേദികളിൽ കരുതലിന്റെ സാമീപ്യമേകി ഒരു സാന്ത്വനമായി എന്നെ തഴുകി തലോടുന്ന സ്നേഹനിധിയാണ് എനിക്കെന്റെ പ്രിയപ്പെട്ട അച്ഛൻ. അച്ഛൻ അകലെയാണോ? അല്ല, ഒരിക്കലും അല്ല. എന്റെ മനസ്സിൽ എന്നും സ്നേഹസ്വരൂപമായ ചൈതന്യമായി എന്റെ അച്ഛനുണ്ട്. ഇത്ര അകലേക്ക് അച്ഛൻ അകന്നു പോവാൻ ശ്രമിച്ചാലും അച്ഛന്റെ അരികിൽ എന്നും ഈ പൊന്നുമോളുണ്ടാവും. അച്ഛനാണോ ജീവനാണോ വലുതെന്ന് എന്നോട് ചോദിച്ച ഒട്ടും മടിക്കാതെ ഈ മകള് പറയും, എനിക്ക് എന്റെ ജീവനേക്കാൾ വലുത് എന്റെ അച്ഛനാണെന്ന്. നന്ദി, നമസ്കാരം.